ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുചിത്ര ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ. ഇളയമ്മേ ഇളയച്ച അപ്പൊ ഞാൻ പോയിട്ട് വരാവേ. അതെ, എന്തേലും പഠിച്ചോ നീ? നോക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. പിന്നെ മാഷെ, ദേ ഇവളെ ഇഷിതടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്റർവ്യൂവിന് പോണ കാര്യം. അതെ, ചേച്ചിയടുത്ത് എപ്പോഴും പറയണം, അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാ. അവിടെ സ്വപ്നാമ്മയുടെ പീഡനം, അതുപോലെ തന്നെ മഹേശ്വരായിട്ടുള്ള പിണക്കം, അങ്ങനെ ഹോസ്പിറ്റലിൽ കേസ്, അങ്ങനെ പല പല പ്രശ്നങ്ങളാ. അതിനിടയ്ക്ക് ഞാനും കൂടി പറയണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഹലോ, എന്താ പറഞ്ഞത്? എനിക്ക് പല പല പ്രശ്നമാണെന്നോ? ദേ ഇഷി വന്നല്ലോ. അല്ല മോളെ, അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട്? മത്താപ്പും പൂത്തിരിയൊക്കെ കത്തിക്കഴിഞ്ഞു. എന്താ നീ പറഞ്ഞത്? അതെ, ഇന്നലെ മഹേഷിനോട് വലിയൊരു രഹസ്യം പൊട്ടിച്ചു. രഹസ്യമോ? എന്ത് രഹസ്യം? അതൊക്കെയുണ്ട്. അതറിഞ്ഞ എല്ലാവരും ഒന്ന് ഞെട്ടും. ഇഷു, കാര്യം പറ. അതോ വേറൊന്നും അല്ലമ്മേ, വിനോദ് മാളിയേക്കർ മഹേഷിന്റെ സ്വന്തം അനിയനാണെന്നുള്ള രഹസ്യം. സ്വന്തം അനിയനോ? ആര്? നമ്മുടെ വിനോദോ? പിന്നല്ലാതെ. സത്യം പറഞ്ഞ ഈ രഹസ്യം മഹേഷ് പറഞ്ഞ മുമ്പേ വിനോദ് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ചു വന്നില്ലേ, അന്ന് എല്ലാരും കൂടി ഫയർ ചെയ്ത ദിവസം, അന്നൊരു ചെറുപ്പക്കാരനായിട്ട് ഞാൻ കറങ്ങി നടന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, അത് വിനോദാണ് എന്നോട് ഈ രഹസ്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അവര് തെറ്റിപ്പിരിഞ്ഞതാണമ്മേ. 11 വർഷം മുമ്പ് തെറ്റിപ്പിരിഞ്ഞ 2 ചേട്ടനനിയന്മാര്. ഡ്രഗ്സിന്റെ കാരണം കൊണ്ടിട്ടാണ്, വിനോദിന്റെ കാരണം കൊണ്ടിട്ട് തെറ്റിപ്പിരിഞ്ഞതാണ്. പക്ഷെ വിനോദ് ഇപ്പൊ അങ്ങനെയൊന്നും അല്ലട്ടോ. ഇപ്പൊ ചേട്ടനെ പൂജിക്കുന്ന നല്ലൊരു അനിയനാണ്. ഈ രാമലക്ഷ്മണനെ പോലെ. വിനോദിനെ കുറിച്ച് അമ്മയുടെ അച്ഛന്റെ അഭിപ്രായം എന്താ? അയ്യോ, നല്ലൊരു മോനാ. നല്ലൊരു മോനെന്ന് വെച്ചാ നല്ലൊരു കുട്ടി എന്ന് പറയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലെ? സുജി, നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് മുമ്പേ ഇഷ്ടമാ. കല്യാണാലോചന വെച്ചിട്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ സ്വപ്നാമ്മയുടെ വന്നത് അതാലോചിക്കണം. ഒരു ഒറ്റ കുറവേ ഉള്ളൂ. അതുകൊണ്ട് സുജി, നമുക്ക് ഈ കല്യാണാലോചന വേണ്ടെന്ന് വെച്ചാലോ? അതേ, എന്തിനാ പേടിക്കണത് സ്വപ്നമെടുത്ത് പോകാനായിട്ട്? എന്റെ ഇഷിതേച്ചില്ലേ? അതെ, ഞാൻ അവിടെ ഉണ്ട്, അതന്നെ എന്റെ പ്രശ്നം എന്ന് പറയാണ്. നമുക്കവിടെ പൊളിച്ചെടുക്കാൻ ചേച്ചി എന്ന് പറയാണ്. ഇവളുടെ ആവേശം കണ്ടില്ലേ അമ്മേ എന്ന് പറയാണ്. എന്തായാലും ഇത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് മാഷും പ്രിയാമണിയും പറയാട്ടോ. അതെ, വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയാണ്. ആകെ ഒറ്റ കുഴപ്പമുള്ളൂ, മറ്റേ നമ്മുടെ സ്വപ്നാമ്മ എടുത്ത് ഇവളും കൂടി വന്നൂലോ എന്ന് ആലോചിച്ചിട്ട്. അതേ ഒരു പ്രശ്നമുള്ളൂ. എന്തായാലും ഇന്നലെ ഭയങ്കര പൊളിച്ചടക്കലായിരുന്നു. അമ്മായിമ്മയുടെ വക കണ്ണീരൊഴുക്കലും, അതുപോലെ തന്നെ നാത്തിന്റെ വക കള്ളക്കണ്ണീരൊഴുക്കലും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതെ, ഞാൻ പെട്ടെന്നൊന്നും മറക്കില്ല. അവരെ 2 പൊട്ടിക്കുന്നുണ്ട് എന്ന് പ്രിയാമണി പറയുമ്പോ ഇഷിത പറയണ്ട്, എന്റെ പൊന്നമ്മയെ ചതിക്കല്ലേ, ഞാൻ അവിടെ ജീവിക്കേണ്ടതാണ്. അവരെന്നെ പാലില് വിഷം കലക്കി തരുവേ, ഒന്ന് പോടി അവിടെന്ന്, ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല എന്ന് പ്രിയാമണി പറയാണ്. എങ്കിലേ ഞാൻ പോട്ടെ, ഹോസ്പിറ്റലിൽ പോവാൻ സമയമായി. സുജി, നീയും വാ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയാണ്. ഓക്കെ എന്ന് പറയാണ്. എന്നാ ഇളയമ്മ ഇളയച്ച ടാറ്റാ, ബൈ ബൈ, ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് ഉമ്മ ഒക്കെ കൊടുത്ത് ഇറങ്ങുവാണ്. എന്നാ ശരി, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ സുചിത്രനും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, പ്രിയേ, എനിക്കൊരു ചായ എടുത്തോ, നല്ല സ്ട്രോങ് ചായ, എനിക്കും കുടിക്കണം നല്ലൊരു ചായ എന്ന്. 2 പേരും സന്തോഷത്തോട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം കാണിക്കണം നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ സുചിത്രയും കൂടി ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഫ്ലാറ്റ് ചെയ്ത് ലിഫ്റ്റ് ഇറങ്ങി നിലത്തേക്ക് ഇങ്ങനെ വന്നിരിക്കാട്ടോ. അവരിങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ നമ്മുടെ ആ ജോർജ് പോലീസുകാരൻ റിസപ്ഷന്റെ അവിടെയൊക്കെ ഓടി വരുവാട്ടോ. അതെ, ഈ മഹേഷിന്റെ ഫ്ലാറ്റ് നമ്പർ ഏതാ സർ? 101 എന്ന് റിസപ്ഷന്റെ അവിടെ നിന്ന് പറയാണ്. ആ സമയത്താണ് സുചിത്രയും ഇഷിതയും അവളുടെ അടുത്തേക്ക് തന്നെ കയറി ചേരുന്നത്. ഡോക്ടർ ഇഷിത എന്ന് ജോർജ് പറയുമ്പോഴേക്കും, അതെ ശരി, ഡോക്ടർ ഇഷിത എന്നാണ് എന്റെ പേര്, ഒഫീഷ്യൽ ആണെങ്കിൽ ഡോക്ടർ ഇഷിത അയ്യർ എന്നിങ്ങനെ പറയാണ്. അല്ല, ഇതാരാ, പേഷ്യന്റ് ആണോ അതോ എന്ന് പറയുമ്പോഴേക്കും, പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് രോഗം നോക്കാട്ടെ, കാല് നോക്കിയാൽ മതി, അപ്പൊ തന്നെ അറിയാൻ പറ്റൂ. ഭയങ്കര അഹങ്കാരമാണല്ലോ, ഏണി വെച്ച് അങ്ങോട്ട് കേറി പോകുവാണല്ലോ നീ. ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതാ, ഇനി എന്റെ കൈ കിട്ടും. കൈ കിട്ടുകയാണെങ്കിൽ ആണൊരുത്തിന് എന്നെ ഇറക്കി കൊണ്ടുവരാനും ആണൊരുത്തിന് അറിയാമെന്ന് പറയാണ്. ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ നിനക്ക്. നിന്റെ ഭർത്താവ് അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, കേറി ചെല്ല്, കിട്ടും എന്ന് പറയാണ്. നന്നായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതിനുശേഷം ജോർജും പോലീസുകാരും കൊണ്ട് മുകളിലേക്ക് പോവാട്ടെ, ലിഫ്റ്റ് കയറിയിട്ട്. ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട്, ആള് നല്ല ചൂടിലാണല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്നിങ്ങനെ പറയാണ്. ഇഷിത പറയണ്ട്, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മഹേഷ് പുഷ്പം പോലെ കൈകാര്യം ചെയ്തോളും, നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് നമ്മുടെ ഇഷിത പോകുവാട്ടോ സുചിത്രനെ വിളിച്ചോണ്ട്.
അതിനുശേഷം മഹേഷ് നമ്മുടെ സ്വപ്നവരുടെ അടുത്ത് പറയണ്ട, അമ്മേ നോക്ക് ഈ വീടിപ്പോ സമാധാനത്തിലാ പോണത്, അമ്മയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. രാമ കേട്ട് ഇവൻ പറഞ്ഞത്? അതെ, ഇവൻ പറഞ്ഞത് എന്താ തെറ്റ്? താനേ മഞ്ജുവ പറഞ്ഞത് കേട്ട് തുള്ളരുത് എന്ന് പറഞ്ഞത്. ഓ, ഒന്ന് പോവണത്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കെ തന്നെ പോലീസുകാർ വാതിൽ മുട്ടാണ്. മഹേഷ് അന്നേരം വാതിൽ തുറക്ക്, ടപ്പ 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 ടപ്പ, വാതിൽ തുറക്ക്, ടപ്പ ടപ്പ എന്ന് പറഞ്ഞിട്ട് കൊട്ടുവാണ്. പക്ഷെ ഇതാരാ ഇങ്ങനെ മുട്ടുന്നത് എന്ന് സ്വപ്നവര് ചോദിക്കുകയാണ്. ആ വാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ വാതിൽ തുറക്കുമ്പോഴേക്കും പോലീസുകാരായിരിക്കട്ടോ. പോലീസ് രാമ എന്ന് സ്വപ്നവര് പറയാണ്. അതെ, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്ന് പോലീസുകാർ പറയാണ്. ആ സമയത്ത് മഹേഷ് കൊണ്ട് സെർച്ചോ, അതെ വാറന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. രണ്ട് പോലീസുകാർ പറയുന്നുണ്ട്, അതെ ഇവിടെ ഈ 2 റൂമൊക്കെ ഒന്ന് പരിശോധിച്ചേ, ബാത്റൂം ഒക്കെ പരിശോധിക്കണം എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ എല്ലായിടത്തും പരിശോധിക്കേണ്ട പോലീസുകാര്. അപ്പൊ പറയണ്ടേ, ഇല്ല ഇവിടെയൊന്നും ഇല്ലെന്ന് പറയാണ്. എന്താ സർ, എന്താ കാര്യമെന്ന് മഹേഷ് ചോദിക്കുമ്പോ, അതെ ഒരാള് മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? അതെ, ദേ ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. ആദ്യോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി, ആദ്യോ എന്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ, ഈ കുട്ടി 2 ദിവസമായിട്ട് കാണുന്നില്ല. ആകാശായിരിക്കും പരാതി തന്നതല്ലേ? ആകാശല്ല, സോറി, രജനിയാ പരാതി തന്നത്. ഈ കുട്ടിയെ കാണാനില്ല, നിങ്ങളുടെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാണ്. അതെ എന്റെ മോനാ, എനിക്ക് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ മോനാണത്, എനിക്കൊരു പ്രശ്നവും ഇല്ല അവനെ ഒളിപ്പിച്ചു വെക്കേണ്ട. അവൻ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അവൻ വന്നാൽ ഞാൻ അവനെ തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ കയറ്റും, അല്ലാണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളോട് പോയി പറഞ്ഞേക്ക് എന്ന് പറയാണ്. ഓക്കെ, സെർച്ചിൽ സഹകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് പോകുവാണ്. പോലീസുകാർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നയില് ചോദിക്കണ്ടേ, എന്തൊക്കെയായി മഹേഷി കേൾക്കുന്നത്? ആദിനെ കാണാനില്ലെന്നോ? ഇതൊക്കെ പുതിയ നാടകമാണ് അമ്മ, അവരുടെ നാടകം. ആദ്യം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം തട്ടിത്തെറിപ്പിക്കാനുള്ള അവരുടെ നാടകം ഇത്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് രചനനെ വിളിക്കാട്ടോ. ഹലോ, ഹലോ, എന്താ? അതെ, നീയാണോ പോലീസുകാരെ പറഞ്ഞയച്ചത്? അതെ ഞാൻ തന്നെയാ, എനിക്ക് സംശയമുണ്ട്, എന്റെ മോനെ കാണാനില്ല. അതെ, നിന്റെ മോന് പറഞ്ഞത് എന്റെ മോനും കൂടിയാ, അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവനെന്നെ സ്നേഹിക്കുന്നോണ്ട് ആകാശിന് ഭയങ്കര ദേഷ്യമായിരിക്കും, അവൻ തന്നെയായിരിക്കും എവിടെയെങ്കിലും ഒളിപ്പിച്ചത്. നീ സൂക്ഷിച്ചോ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ആ ആകാശായിരിക്കും. അവനെ ഇത് കളിക്കണതൊക്കെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി അവൻ ആകാശിന് അതിനെ കൊന്നൊന്നും വരും. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഞാൻ വലിയൊരു തോക്കായിട്ട് അങ്ങോട്ടേക്ക് വരും, അവനെ കൊന്ന് കുഴിച്ചു മൂടാനായിട്ട്, ഓർത്തോ നീ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുക കേട്ടോ. രചന ആണെങ്കിൽ ഇവനെന്താ ഇത് ഇങ്ങനെയൊക്കെ പറയണത് എന്ന രീതിയിൽ രചന ഒരിക്കലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിനോദിനെ സുചിത്രനെയാണ് രണ്ടുപേരും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ സുചിത്ര പറയുന്നുണ്ട്, അതെ ഞാൻ വിളിക്കുമ്പോ തന്നെ നീ ഫ്രീ ആവുമെന്ന് അറിഞ്ഞില്ല. എടോ താൻ വിളിച്ചാൽ ഞാൻ പിന്നെ ഫ്രീ ആവാതിരിക്കും? ആഹാ, ഇന്ന് ഏത് പിയുടെ ലഞ്ചോ അതാണ് ക്യാൻസൽ ചെയ്തിട്ടാ വന്നിരിക്കണത്? അല്ല രാഷ്ട്രീയത്തല്ല തുടങ്ങണമല്ലോ. ഓ, തനിക്ക് എപ്പോഴും രാഷ്ട്രീയത്തിൽ പിടിച്ച് കയറൽ മാത്രമേ പണിയുള്ളൂ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല തന്റെ ഇന്റർവ്യൂ എങ്ങനെയുണ്ട്? ഇന്റർവ്യൂ ഈസി ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. പിന്നെ ജോലിയുടെ കാര്യം ഇന്ന് തന്നെ അറിയാൻ പറ്റും. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അതേന്നേ, സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ. സർക്കാർ ജോലി ആണെങ്കിൽ എപ്പോഴെങ്കിലും ലീവ് എടുത്ത് സാലറി മേടിക്കാൻ വേണ്ടി മാത്രം പോയാൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഓ, തന്റെ ഒരു കാര്യം എപ്പോഴും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയക്കാരെ ഇപ്പൊ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതെ, വല്ലാത്തൊരു സർപ്രൈസ് ആയിട്ട് തന്നത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അല്ല, നിന്നോട് വീട്ടുകാരെ കുറിച്ച് ചോദിച്ചാൽ അത് പിന്നെ പറയാം, ഫാമിലിനെ കുറിച്ച് ചോദിച്ചാൽ അതൊക്കെ ഇപ്പൊ പറയണോ എന്നൊക്കെ ചോദിക്കും. അവസാനം സർപ്രൈസ് പൊട്ടിച്ചു. അപ്പൊ എടുത്തി എല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞു, പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പോ പറഞ്ഞു. എന്നോട് മാത്രമല്ല വീട്ടിലും പറഞ്ഞു. ഇന്ന് വീട്ടില് കല്യാണാലോചനയുടെ ഒക്കെ സംസാരമായിരുന്നു. അത് കൊള്ളാലോ, ഞാൻ എന്റെ അമ്മയടുത്തും അതുപോലെ ചേട്ടനോട് നിന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയാണ്. അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടും, വീട്ടിൽ പിന്നെ കല്യാണാലോചനയുടെ ഒക്കെ തിരക്കായിരിക്കും. കല്യാണാലോചനയൊക്കെ ഇളയമയും ഇളയച്ചനും അമ്മയും അച്ഛനൊക്കെ ആലോചിക്കാൻ തുടങ്ങും. അപ്പോ താനൊരു കാര്യം ചെയ്യും, അത്രയൊക്കെ തിരക്കാണെങ്കിൽ താൻ ഏതെങ്കിലും ഒരു മരഞ്ചാടിയുടെ കൂടെ പോയി കേറിക്കോടോ. അതെ, എനിക്ക് അങ്ങനെ കേറൊന്നും വേണ്ട, എനിക്ക് ഈ തോളില് കേറിയാ മതി എന്ന് പറയുമ്പോ വിനോദ് നമ്മുടെ സുചിത്രയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാട്ടോ. സുചിത്രയും വിനോദിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മളെങ്ങോട്ട് പോണത്? ആദ്യം ഒരു കോഫി. ഓക്കെ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ പോകുവാണ്. അതിനുശേഷം കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ റൂമിലേക്ക് വരാൻ പോകുമ്പോഴേക്കൂടെ ന്യൂറോളജിസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ രാവിലെ തന്നെ ഇഷാദിന്റെ റൂമിലേക്ക് പോയായിരുന്നു റൗണ്ട്സിന് മുമ്പ് ഇഷാദിനെ കാണും എന്ന് പറയാണ്. ഡോക്ടർക്ക് ഇപ്പൊ ഭയങ്കര സ്പെഷ്യൽ കേസാണല്ലേ അവൻ. പിന്നെ തീർച്ചയായിട്ടും, പക്ഷെ തന്റെ അത്ര സ്പെഷ്യൽ അല്ല കേട്ടോ. ഡോക്ടർ ഇഷിത അവനൊരു മോനെ പോലെ കാണണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾ ശരിക്കും അമ്മ മോനായല്ലേ? അതെ, എനിക്ക് എന്റെ മോനിലൊന്നും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് നാളെ വലിയൊരു മുറിവാവും ഡോക്ടർ ഇഷിതക്ക്. അവൻ പതുക്കെ പതുക്കെ അവന്റെ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ സിംറ്റംസ് അവനെ കാണിക്കുന്നുണ്ട്. ചില ഓർമ്മകൾ അവനെ വരുന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. പക്ഷെ ഞാൻ അവനോട് ചോദിച്ചു അവന്റെ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ആരാന്ന്. അപ്പൊ അവൻ പറയാ ഇഷിതയാണ്, ഇഷിതയുടെ ഫാമിലി അവന്റെ ഫാമിലി എന്നൊക്കെ പറയാ. അവൻ അത്രയ്ക്കും ഇഷിതേനെ സ്നേഹിക്കുന്നുണ്ട്. അതെ എനിക്കറിയാം, ഒരു അമ്മേനെ പോലെ എനിക്കും അങ്ങനെ തന്നെയാണ്.
ഡോക്ടർ നാളൊരു സമയത്ത് ഡോക്ടർക്ക് വിഷമിക്കേണ്ടി വരും, അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടി അവൻ തിരിച്ചു പോകുമ്പോൾ. അതെനിക്ക് ആലോചിക്കാനേ വയ്യ. പക്ഷെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പാകപ്പെടുത്തിയാലേ പറ്റുള്ളൂ. അവന്റെ അസുഖം മാറണമല്ലോ. ഞാൻ അകത്ത് കയറട്ടെ, അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരിക്കലും അവൻ കണ്ടുപിടിക്കും ഡോക്ടർ ഇഷിത ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന്. അതെ, അതെനിക്കറിയാം. അന്നെന്തിനും കള്ളം പറയണം. ആൾക്കാർ പറയും കള്ളം ഒരിക്കലും പറയരുതെന്ന്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കള്ളം പറയേണ്ടി വരും, അല്ലേ ഡോക്ടർ? അതെ, ഞാനെന്നാ ചെല്ലട്ടെ, ഇഷാദ് എന്നെ കാത്തിരിക്കായിരിക്കും. ഓക്കെ, എന്നാ ഡോക്ടർ പണി തുടങ്ങിക്കോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒപിയിൽ ഇരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ ഇഷാദിന്റെ റൂമിലേക്ക് കയറുവാട്ടോ. ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ റൂമിൽ വരുമ്പോഴേക്കും അവിടെ ആദ്യനെ കാണുന്നില്ല കേട്ടോ. മോനെ ഇഷാദെ, എന്റെ ദൈവമേ, ഇഷാദ് ഇത് എവിടെ പോയി? മോനെ ഇഷാദെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അതിനുശേഷം സിസ്റ്റർമാരോട് ചോദിക്കണ്ട്, നേഴ്സേ ഇഷാദിനെ കണ്ടിരുന്നോ? ഇല്ലല്ലോ, കണ്ടില്ല. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാൻ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കണ്ട്, ചേട്ടാ ഇഷാദിനെ കണ്ടിരുന്നോ? ഡോക്ടറിന്റെ മോനല്ലേ? അതെ, എന്റെ സൈക്കിൾ മേടിച്ചോണ്ട് ആള് പോയായിരുന്നു. പോയായിരുന്നു? എവിടെ? അവന് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, നല്ല സൂപ്പറായിട്ടാ സൈക്കിൾ ചവിട്ടണത്. ദേ അങ്ങോട്ടേക്ക് പോയായിരുന്നു. ചേട്ടാ എന്റെ കീ ഒന്ന് എടുത്തിട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി പോയിട്ട് ഇഷിതയുടെ കീ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷിത വേഗം തന്നെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പാഞ്ഞു പോകുവാണ് ഇഷാദിനെ അന്വേഷിച്ച്. അതേസമയം നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് രചനയും അതുപോലെ ആകാശം ഒരു ടെക്സ്റ്റൈൽസിന് ഇറങ്ങി വരുന്നത്. അപ്പൊ ആദ്യം ഇവരെ കാണുന്നുണ്ട്, ഇവർ ആദ്യനെ കാണുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴേക്ക് കാറിൽ കയറുമ്പോഴേക്കും ആദ്യം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഓർമ്മ കിട്ടുന്നില്ല. എന്നാൽ എവിടെയായിരിക്കും ഞാൻ ഇവരെ കണ്ടത്? ഞാൻ എവിടെയോ ഇവരെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വെച്ചാൽ ആദ്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ കാർ എടുത്ത് ആകാശം അതുപോലെ തന്നെ രചനയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അവർ പോകുന്നവരെ ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആകാശ് ചോദിക്കണ്ടേ, എന്താ രചന താനിങ്ങനെ മൂഡൌട്ടായിട്ട് ഇരിക്കണത്? അല്ല, ആദ്യയുടെ സംഭവം ഒന്നും അറിഞ്ഞില്ലല്ലോ. എനിക്ക് രണ്ട് സംശയങ്ങളാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ അവന്റെ സ്കൂളുകാര് ആദ്യം ബസ് വെച്ചിട്ട് മിസ്സായി, സ്കൂളുകാർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക അവിടെ പേര് പോവാതിരിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, മഹേഷ് അവനുടെ ഒളിപ്പിച്ചതായിരിക്കും. അവനെ ആദ്യം വെച്ചാൽ ജീവനാണല്ലോ. ആദ്യയുടെ വീട്, മഹേഷിന്റെ വീട് പോലീസുകാർ സെർച്ച് ചെയ്താണല്ലോ, അവിടെ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ ഇഷിതയുടെ വീട്ടിൽ, ഇനി ഇഷിത ഹോസ്പിറ്റലിൽ അവിടെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റില്ലടോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇവിടെ ജോർജിനെ വിളിക്കുകയാണ്. ഹലോ ജോർജ്, അവിടുത്തെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മഹേഷിന്റെ വീട്? സെർച്ച് ചെയ്തു, അവിടെ ഒന്നും ഇല്ല. സിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് സെർച്ച് ചെയ്താലോ? അതൊന്നും പറ്റില്ല, ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യാനുള്ള അനുമതിയൊന്നും കിട്ടത്തില്ല എന്നിങ്ങനെ പറയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിത അങ്ങനെ ആദ്യനെ കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ ഇഷിത കുറച്ച് പിണക്കത്തിലാണ്. ആദ്യം ഇഷിതനെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട്. ഞാനിങ്ങോട്ട് വന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാണ്. ശേഷം ആദ്യം ഇഷിതത്ത് പറയണ്ട, അതെ ഞാൻ വരുന്ന വഴിക്ക് ഇന്നലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു, ഞാൻ അവരെ എവിടെയോ കണ്ടിട്ടുണ്ട് അമ്മേ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിത ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ശേഷം ഇഷിത മഹേഷിനെ ഫോൺ വിളിക്കുകയാണ്. അതെ മഹേഷ് ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ഇഷാദിനെ വേണ്ടിയിട്ടാണ്. അവനെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തന്റെ മോനല്ലേടോ, അവനപ്പൊ എന്റെ മോനാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ റെസ്റ്റോറന്റിൽ പോവാണ് മഹേഷ്. ആ സമയത്ത് അവിടെ ആദ്യം ഇരിക്കുന്ന കാണുന്നു കേട്ടോ. ആദ്യമാണെന്ന് ഇഷാദെന്ന് മഹേഷിന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ആദ്യത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.